ഡേ 1 ഓഫ് എക്സ്പ്ലെയിനിങ് എ മാർവൽ മൂവി ഇൻ മലയാളം അണ്ടിൽ ഡൂംസ്ഡേ റിലീസസ്. അപ്പോൾ നമുക്ക് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ എന്ന മൂവിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 1942 ജൊഹാൻ സ്മിത്ത് എന്ന വ്യക്തി ടെസറാക്റ്റ് എന്ന് പറഞ്ഞ ഒരു പവർ റിസോഴ്സ് കണ്ടുപിടിക്കുകയാണ്. അത് വെച്ച് പല മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ഈ ലോകം തന്നെ കീഴടക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. ഇതേ സമയത്ത് നമ്മുടെ അമേരിക്കയ്ക്ക് പുതിയ മിലിറ്ററി സോൾജേഴ്സിന് വേണം. കാരണം ഇത് സംഭവിക്കുന്ന വേൾഡ് വാർ 2 സമയത്താണല്ലോ. ആ സമയത്താണ് നമ്മുടെ നായകൻ സ്റ്റീവ് റോജേഴ്സ് അങ്ങോട്ട് വരുന്നത്. സ്റ്റീവ് ഒരു രാജ്യസ്നേഹി ആയിരുന്നുകൊണ്ട് തന്നെ അവൻ അമേരിക്കയ്ക്ക് വേണ്ടി പോരാടണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൻ അതിനുള്ള ഫിറ്റ്നസ്സും ബോഡിയൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബക്കി എന്ന് പറഞ്ഞ്. പക്ഷേ ബക്കി സ്റ്റീവിനെ പോലെ ഒന്നും അല്ലായിരുന്നു. അത് കാരണം തന്നെ അവന് ആർമിയിൽ സെലക്ഷൻ കിട്ടി. ഒരു ദിവസം സ്റ്റീവിൻ്റെ ഈ മുടിഞ്ഞ രാജ്യസ്നേഹം കണ്ടിട്ട് ഡോക്ടർ എർസ്കിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവനെ കാണാൻ വരുവാണ്. അദ്ദേഹം നടത്തുന്ന സൂപ്പർ സോൾജർ സെറത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് സ്റ്റീവിനെ അദ്ദേഹം ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റീവും അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ദേഹത്ത് സൂപ്പർ സോൾജർ സെറം കുത്തിവെക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം സ്റ്റീവ് നമ്മൾ കണ്ട പോലെയൊന്നുമല്ല, ആകെ മാറിപ്പോയി. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അവിടെ വന്നിരുന്ന ബാക്കിയുണ്ടായിരുന്ന സൂപ്പർ സോൾജർ സെറം എടുത്തുകൊണ്ട് ഒരാൾ ഡോക്ടർ എർസ്കിനെ വെടിവെച്ചിട്ട് പോവാണ്. അങ്ങനെ പുള്ളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സ്റ്റീവിന് പക്ഷേ അവനെ വെറുതെ അങ്ങ് വിടാൻ പറ്റില്ല. അവനെ ഓടിച്ചെന്ന് എങ്ങനെയെങ്ങാണ്ട് അവനെ പിടിച്ചു. എന്നിരുന്നാലും അവൻ സൈനഡ് കഴിച്ച് ചാവുന്നു. സ്റ്റീവ് ഇതിന് ശേഷം ഭയങ്കര ഫേമസ് ആയി. അവൻ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള പേരിൽ അവിടെ അറിയപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ക്യാപ്റ്റൻ അറിയുന്നു തൻ്റെ സുഹൃത്തായ ബക്കിയും വേറെ 200-ലധികം ആൾക്കാരും ഹൈഡ്രയുടെ അണ്ടറിൽ പെട്ട് കിടക്കുമെന്ന്. ഇത് കേട്ടിട്ട് ക്യാപ്റ്റൻ ഒന്നും നോക്കിയില്ല, നേരെ ചെന്ന് ഹൈഡ്രയുടെ ബേസിൽ നുഴഞ്ഞു കയറിയിട്ട് ബക്കിയും ബാക്കിയുള്ള 200 പേരെ രക്ഷിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാപ്റ്റനും ജൊഹാൻ സ്മിത്തും നേർക്കുനേർ വരുന്നു. ജൊഹാൻ സ്മിത്ത് തൻ്റെ തൊലി മാസ്ക് ഊരിക്കളയുന്ന പോലെ ഊരിക്കളഞ്ഞു. അപ്പോൾ ഇനിത്തൊട്ട് നമ്മൾ ഇയാളെ വിളിക്കാൻ പോകുന്നത് റെഡ് സ്കൾ എന്നാണ്. റെഡ് സ്കൾ അവിടെ മൊത്തം ബോംബിട്ട് തകർത്തിട്ട് പോകുന്നു. എന്നിരുന്നാലും ക്യാപ്റ്റനും ബാക്കിയുള്ളവരും അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ക്യാമ്പിലേക്ക് വരുന്നു. ഇതിനുശേഷം ക്യാപ്റ്റൻ ഇരട്ടി ഫേമസ് ആയി നേരത്തേക്കാളും. അങ്ങനെ ഇവർ ഹൈഡ്രയുടെ ഓരോരോ ബേസായിട്ട് നശിപ്പിച്ചു തുടങ്ങി. റെഡ് സ്കളിന് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ ഒരു വലിയ തിരിച്ചടി കിട്ടുന്നത്. തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബക്കീനെ ഒരു മിഷനിൽ വെച്ച് പുള്ളിക്ക് നഷ്ടപ്പെടുന്നു. റെഡ് സ്കളിനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ ഒന്നും നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ക്യാപ്റ്റനും പിള്ളേരും റെഡ് സ്കളിൻ്റെ താവളത്തിൽ തന്നെ കയറി അവനെ മെയ്യുന്നു. റെഡ് സ്കൾ അങ്ങനെ അവൻ്റെ പ്ലെയിൻ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ക്യാപ്റ്റൻ വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെയോ വലിഞ്ഞു കയറുന്നു. അങ്ങനെ ക്യാപ്റ്റനും റെഡ് സ്കളും തമ്മിലുള്ളൊരു കിടിലം ഫൈറ്റ് ശേഷം റെഡ് സ്കൾ ആ ടെസറാക്റ്റിൻ്റെ പവർ വെച്ച് എങ്ങോട്ടോ ടെലിപ്പോർട്ടായി പോകുന്നു. ആ ടെസറാക്റ്റ് ആണെങ്കിൽ താഴത്തേക്കുള്ള ഓഷ്യനിലേക്ക് വീണു പോകുന്നു. ഈ പ്ലെയിൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് ജനങ്ങൾക്ക് ആപത്താണെന്ന് അറിഞ്ഞ ക്യാപ്റ്റൻ അവിടെയുള്ള മഞ്ഞുമലകളിലേക്ക് തന്നെ ഇടിച്ചിറക്കാണ്. പിന്നെ കണ്ണു തുറക്കുന്ന ക്യാപ്റ്റൻ നേരെ 2012 ഈ വന്നിരിക്കുന്നത്. നമ്മുടെ ഫൂറിമാമൻ വന്ന് പുള്ളിക്കൊരു ചെറിയ സഹായം വേണമെന്ന് പറയുമ്പോഴത്തേക്കും കഥ കഴിയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.